Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ലോകമെമ്പാടും പന്തക്കുസ്തായുടെ അത്ഭുത അനുഗ്രഹ കൃപ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഇതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരും അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും കരങ്ങളൊന്ന് കൂപ്പിക്കുക, കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായ തീ കത്തുന്ന അഭിഷേകം, കാറ്റടിക്കുന്ന അഭിഷേകം ഞങ്ങൾക്ക് വേണം, ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം, പുത്തൻ പന്തക്കുസ്ത നമ്മുടെ മേൽ കൃപയായി മാറപ്പെടുന്ന സമയം നമുക്കെല്ലാവർക്കും ദൈവത്തിന് മുമ്പിൽ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ പന്തക്കുസ്ത ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. എല്ലാ തടസ്സങ്ങളും മാറ്റണമേ. ഒരു പുതിയ കൃപ കൊണ്ട് നിറയ്ക്കണമേ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. ആത്മാവേ, 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 ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണം, ആഗ്രഹിക്കണം. കരങ്ങളടിച്ചു ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, ആമേൻ. അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. എല്ലാവരും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്തും കാണപ്പെടുന്ന ഒരു അടയാളം, കാണപ്പെടുന്ന ഒരു അത്ഭുതം സംഭവിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയം, എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെടുന്ന സമയം കർത്താവ് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ആമേൻ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ. ആദിമനാളിലെ പോലെ ഒരു പുതിയ കാറ്റായി വീശണമേ. യെസ്, യെസ്. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. ആരാധന കർത്താവേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. പരിശുദ്ധാത്മാവാകുന്ന തീ ഞങ്ങളുടെ മേൽ അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. പരിശുദ്ധാത്മാവേ, 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 സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കൈകളൊക്കെ ഒന്ന് കൂപ്പിക്കൊണ്ട് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഒന്നൊരു പുഞ്ചിരിച്ചൊരു നല്ല സ്തുതി കൊടുത്ത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഏറെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പന്തക്കുസ്തായുടെ പുത്തൻ അഭിഷേകം ഈ ലോകമെമ്പാടും സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ട് പറയണം. അല്ലേ? ഈശോ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. നമ്മളും പറയണം, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, നമ്മുടെ മേലുണ്ട്. ഇതിങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വലിയ സമാധാനം നമുക്ക് കിട്ടും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ധ്യാനിക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളെ
ഈ പരിശുദ്ധാത്മ അഭിഷേക ശുശ്രൂഷയുടെ മുമ്പിൽ നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഒന്ന് വിശുദ്ധ പത്രോസ്ലിഹായാണ്, മറ്റൊന്ന് വിശുദ്ധ പൗലോസ്ലിഹായാണ്. ഈ രണ്ടു പേരും പരിശുദ്ധാത്മാവിന് നിറവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരിൽ ഉണ്ടായ മാറ്റം. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ റോമയിൽ മതപീഡനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പത്രോസ് ഈ മതപീഡനത്തിൻ്റെ വേദന സഹിക്കാനാവാതെ റോമിൽ നിന്ന് ഒളിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് എതിരെ വരുന്നു ആര്? ഈശോ വരുന്നു. ഈശോ വന്നിട്ട് പത്രോസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: ക്യോ വാദിസ് ഡോമിനേ? പത്രോസേ, നീ എങ്ങോട്ട് പോകുന്നു? നീ എങ്ങോട്ട് പോകുന്നു? ക്യോ വാദിസ് ഡോമിനേ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നിൻ്റെ ജീവിതയാത്രയിൽ നിന്നോട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. പത്രോസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്: ഈശോ, നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ വീണ്ടും കുരിശേന്താൻ പോവുകയാണ്. പത്രോസ് അവിടെ വെച്ച് വീണ്ടും ഒരു യൂ-ടേൺ ഉണ്ട്, തിരിച്ചു വരികയാണ്. പിന്നീട് അതിശക്തമായിട്ടുള്ള ശുശ്രൂഷ ജീവിതത്തിലേക്ക് പത്രോസ് തിരിയുന്നുണ്ട്. ഈ പത്രോസിനെ നമുക്ക് നല്ല പരിചയമാണ്, അല്ലേ? പത്രോസിനെ നമുക്ക് നന്നായിട്ടറിയാമല്ലോ. കാരണം പാവപ്പെട്ടൊരു മുക്കുവനാണ്, എടുത്തിയാട്ടമുണ്ട്, അമിതമായ ദേഷ്യ സ്വഭാവമുണ്ട്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഗെത്സെമൻ തോട്ടത്തിൽ ഈശോയെ പിടിക്കാൻ വേണ്ടി പട്ടാളക്കാർ വന്നപ്പോൾ പത്രോസ് അരയിൽ എപ്പോഴും കൊണ്ടു നടന്നിരുന്നൊക്കെയാണ് പാരമ്പര്യം പറയുന്നത്. ഒരു കൊച്ചു പിച്ചാത്തി അത് ഊരിയെടുത്ത് ഒരു പടൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞു. ഈശോ പറഞ്ഞു: പത്രോസേ, വാള് ഉറയിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൊച്ചു പിച്ചാത്തിയൊക്കെ ആയിട്ട് നടക്കുന്ന പത്രോസ്, എടുത്തുചാട്ടക്കാരൻ, എല്ലാത്തിനും യെസ്, റെഡി റെഡി റെഡി, പക്ഷേ ഒന്നും ചെയ്യല. നമ്മുടെയൊക്കെ സ്വഭാവമാണ്, പറയുന്ന ഒന്നും പ്രവർത്തിക്കുന്നത്. പത്രോസിനോട് മര്യാദയ്ക്കിരിക്കാനായിട്ട് ഈശോ പറഞ്ഞെടാ, ഈ രാത്രി നീ സൂക്ഷിക്കണം, ഈ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ രാത്രി, ഒറ്റ രാത്രി നീ വളരെ സൂക്ഷിക്കണം. കാരണം നീ എന്നെ തള്ളിപ്പറയും, ഉറപ്പാണ്, നീ അതുകൊണ്ട് സൂക്ഷിക്കണം. എവിടെ ഇതൊക്കെ പറഞ്ഞ് തലയാട്ടി, പിന്നെ ഞാനോ, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ കൂടെ ഉണ്ടാവും. ഈ പത്രോസ്. ഒരു വചനഭാഗം ഒന്ന് വായിക്കാം. അത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം, സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22, 22-ാം അധ്യായത്തിൽ പത്രോസിനെ കുറിച്ചൊരു വചനഭാഗമാണ്. 54-ാം അധ്യായം, സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22 വേഴ്സ് 54 ഓൺവേഴ്സ്. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, അത് ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടി ഉണ്ടായിരുന്നു, ഇവനും ഗലീലിക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിനെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം. അപ്പോൾ പത്രോസ് ഓർത്തു, അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ഇതാണ് പത്രോസ്. പത്രോസ് നമ്മുടെയൊക്കെ ഒരു പ്രതിനിധിയാണ്. ജീവിതത്തിൽ തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ പല പല വാക്കുകൾ കൊടുക്കുന്ന നമ്മൾ, ഇതാ ആ വാക്കുകളൊക്കെ ചില താൽക്കാലിക തീ കായുന്ന അനുഭവങ്ങൾക്ക് മുമ്പിൽ പത്രോസ് ഒരു പീറ പെണ്ണിൻ്റെ മുമ്പിലാണ് തള്ളിപ്പറഞ്ഞത്, ഇവനെ ഞാൻ അറിയില്ല. ഈ പത്രോസ് തള്ളിപ്പറഞ്ഞുവെങ്കിലും പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പത്രോസിനെ കൊണ്ട് 3 പ്രാവശ്യം പറയിപ്പിക്കുന്നുണ്ട്, പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോ പത്രോസിനെ തിരിച്ചു പിടിക്കുകയാണ്. ക്യോ വാദിസ് ഡോമിനേ? പത്രോസ്, നീ എങ്ങോട്ട് പോകുന്നടാ? നമ്മുടെ ജീവിതത്തിൽ ഇതേ അവസ്ഥ നമുക്കൊക്കെ ഉണ്ടെന്ന്. ഒരു പ്രാവശ്യം തീരുമാനമെടുക്കും, ഇല്ല, ഇനി ഞാൻ തെറ്റ് ചെയ്യുകയില്ല, ഇനി ഞാൻ കർത്താവിന് വിട്ടു പോവുകയില്ല. പക്ഷെ വീണ്ടും വീണു പോകുന്നു, വീണ്ടും നമ്മൾ ഇട്ടിട്ട് പോകുന്നു, വേദന സഹിക്കാനാവാതെ ഓടിപ്പോകുന്നു. ഈ വഴിത്താരയിൽ ഈശോ നിൻ്റെ മുമ്പിൽ ചോദിക്കുന്ന ചോദ്യം, ക്യോ വാദിസ് ഡോമിനെ? നീ എങ്ങോട്ട് പോകുന്നു? ഈ പത്രോസ് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പത്രോസിൻ്റെ സ്വഭാവം അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നൊരു കുഞ്ഞു വചനമുണ്ട്.
അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 14. 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പത്രോസ്ലിഹായുടെ പ്രസംഗമുണ്ട്. 2-ാം അധ്യായം 14-ാം തിരുവചനം ശ്രദ്ധിച്ചേ. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവർ ഇത് മനസ്സിലാക്കുവിൻ. എൻ്റെ വാക്കുകൾ ശ്രവിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പത്രോസ്ലിഹ പറയുന്നത് ആരെക്കുറിച്ചാ? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ആരായിരുന്നു പത്രോസ്? വെറും മുക്കവനായിരുന്നവൻ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെന്ന് പത്രോസ്. അതിനെക്കുറിച്ചാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുന്നത്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 13-ാം തിരുവചനം. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അതായത് അവിടെയുള്ള ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോട് നോക്കി, ഇവൻ ആര്? ഈ പത്രോസിനെ കുറിച്ച് ഇവരെല്ലാവരും ശ്രദ്ധിക്കും. ഇവരിതെത്തി സംസാരിക്കണേ, ഇവൻ ഇത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടി? വിദ്യാഭ്യാസമില്ലാത്തവൻ, മുക്കുവനായിരുന്നവൻ, ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ടായിരുന്ന ഈ പത്രോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവ രീതികൾ ടോട്ടൽ ഡിഫറെൻറ്റ്. ഈ പരിശുദ്ധാത്മാഭിഷേക ദിനങ്ങളിൽ നമ്മളെല്ലാവരും സ്വീകരിക്കുന്നതും പത്രോസിന് കിട്ടി ഇതേ അഭിഷേകം. കാരണം നമ്മുടെ സ്വഭാവം പത്രോസിനെ പോലെയാണ്. വീണു പോകുന്ന പത്രോസ് നമ്മുടെ പ്രതിനിധിയാണ്. എടുത്തുചാട്ടക്കാരൻ നമ്മുടെ പ്രതിനിധിയാണ്. ദേഷ്യക്കാരൻ നമ്മുടെ പ്രതിയാണ്. ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നത് നമ്മുടെ പ്രതിനിധിയാണ്. പത്രോസിന് കിട്ടിയ അതേ അഭിഷേകം. പത്രോസ് കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരോട് ഒരുമിച്ച്, പരിശുദ്ധ അമ്മയോട് ഒരുമിച്ച് കുത്തിയിരുന്നവർ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിച്ചതനുസരിച്ച് പത്രോസിൻ്റെ സ്വഭാവ രീതികൾ അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. ഈ ശുശ്രൂഷ അവസരത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തലകീഴായി കിടന്ന പത്രോസാണ് നിൻ്റെ മുമ്പിലുള്ളത്. മരിച്ചതങ്ങനെയാണ്. കാരണം യേശുക്രിസ്തു മരിച്ചതുപോലെ മരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് അവൻ തലകീഴായി മരിച്ചുവെന്ന് ചരിത്രം. അത്രമേൽ എളിമപ്പെട്ടു, അത്രമേൽ സഹിച്ചു. സഹനത്തെ പുച്ഛത്തോടെ കണ്ടിരുന്ന പത്രോസ് പിന്നീട് ഈ സഹനത്തിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞപ്പോൾ എഴുതിയത് നമുക്കറിയാം. 1 പത്രോസ് 4-ാം അധ്യായം 12-ാം തിരുവചനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ച പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കണം. ജെറുസലേമിലേക്ക് പോകാം, സഹനം മരണം കാത്തിരിക്കുന്നു പറഞ്ഞപ്പോൾ വട്ടം നിന്ന പത്രോസാണ് പിന്നീട് കുറിച്ചു വെച്ചത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി. കാരണം അതനുഭവിച്ചയാളാണ് പത്രോസ്. നിങ്ങളെ പരിശോധിക്കാനായിട്ട് അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കരുതെന്ന്, നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. പത്രോസ് പറയും, ഇത് അനുഭവിച്ച ഒരാളാടാ പറയണത്. പത്രോസ് പറയും, ഇത് അനുഭവിച്ച ഒരാളാണെന്ന്. ഇട്ടിട്ട് പോകരുത്, മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. എൻ്റെ പ്രിയരെ, ഈ അഭിഷേക ദിനങ്ങളിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു പത്രോസ്. ഇനി മറ്റൊരു വ്യക്തിത്വം, പൗലോസ്ലീഹ. ആരായിരുന്നു ഈ പൗലോസ്ലീഹ? 1-2 വചനഭാഗത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയും. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 8 വേഴ്സ് 3. എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീട് തോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. ഇതാണ് ഈ നമ്മുടെ സാവൂൾ. ഈ സാവൂളിൽ നിന്ന് ഇതാ കൃത്യമായൊരു യാത്രയുണ്ട്. ആരിലേക്ക്? പൗലോസിലേക്കൊരു യാത്രയുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 3 മുതലുള്ള വചനം നമുക്കൊന്ന് വായിക്കാം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9 വേഴ്സ് 3. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണു ഞാൻ.
എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, അവിടെ നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കാം. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണുകയാൽ സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ സാവൂൾ നിലത്തു നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഇതെല്ലാം പറയുന്നത് നമ്മുടെ പൗലോസ്ലീഹയെക്കുറിച്ചാണ്. അത്രമേൽ ദുരന്തമായിട്ടുള്ളൊരവസ്ഥ. എന്നാൽ ഈ സാവൂള് പിന്നീട് ജീവിതത്തിൽ അടുത്തൊരു തലത്തിലേക്ക് ഉയരുന്ന ശ്രദ്ധിച്ചില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൗലോസ്ലീഹായുടെ നിലപാടുകൾ, കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പ്രഖ്യാപിക്കുന്നതുമായ വിശ്വാസത്യങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങൾ അല്ലേ? റോമാക്കാർക്കെഴുതി ലേഖനം, കൊറിന്തോസർക്കെഴുതി, ഇതെല്ലാം എഴുതിയതാരാ? ഈ പൗലോസ്ലീഹ തൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് കൊറിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, 2nd ലെറ്റർ, ചാപ്റ്റർ 11. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 24 മുതലുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നു: 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു. പൗലോസ് പറയുക, 3 പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. പൗലോസ്ലീഹ പറയുക, എൻ്റെ ഈ സഹനങ്ങളെല്ലാം ഞാനിത് ഏറ്റെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി എന്നറിയോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പൗലോസ്ലീഹ നമ്മളെ ഈ മേഖല പഠിപ്പിച്ചുകൊണ്ട് റോമാക്കാർക്കെഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 16-ാം തിരുവചനം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 16, 16-ാം തിരുവചനം: സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണെന്ന്. അത് ദൈവശക്തിയാണ്. ഈ വലിയ തിരിച്ചറിവ് അപ്പസ്തോല പ്രവർത്തനം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം: എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കുമുള്ള വലിയൊരു ദൈവിക ദൂതാണ്. ഇതാ പത്രോസും പൗലോസും 2 പേരും നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ പന്തക്കുസ്ത അഭിഷേകത്തിൻ്റെ നാളുകളിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. 2 പേരും യാത്രയിലാണ്, ഓട്ടത്തിലാണ്. ഈ ഓട്ടത്തിനിടയിൽ 2 പേരെയും പരിശുദ്ധാത്മാ പിടിച്ചു നിർത്തിയിട്ട് പത്രോസിനോട് ചോദിച്ചു, പത്രോസ് നീ എങ്ങോട്ട് പോണടാ? സാവൂളിനോട് ചോദിച്ചു, സാവൂൾ നീ എങ്ങോട്ട് പോണടാ? എന്താ നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം? അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ 2 പേരും തിരിച്ചു വന്ന് ശക്തമായ ദൈവ സാന്നിധ്യം ലോകജനതയ്ക്ക് കൊടുത്തതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയരെ, നമുക്കും കടമയുണ്ട്. പത്രോസും പൗലോസും നമ്മളോട് പറയുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:12 എന്താണ് ചെയ്യേണ്ടതെന്ന്, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ്. ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പറയുന്ന കേൾക്കുക, പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കുക. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ ആരാധന സമയത്ത് അത്ഭുതകരമായ കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.
പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ അൽത്താര നമ്മുടെ മുമ്പിൽ അതിശക്തമായ കൃപ നൽകി ദേ ആയിരിക്കുകയാണ്. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ പരിശുദ്ധ അൽത്താരയിൽ നിന്നുള്ള ദൈവശക്തി നിന്നിലേക്ക് പ്രവഹിക്കുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഇതാ ഈ അൽത്താര വിശുദ്ധീകരിക്കുകയാണ്. പത്രോസ് ശ്ലീഹായെ വിശുദ്ധീകരിച്ചത് സർവശക്തനായ ദൈവ സാന്നിധ്യം. പൗലോസാക്കി മാറ്റിയ സൗള് ജീവിതത്തിൽ ഈ ദൈവ സാന്നിധ്യം സ്വീകരിച്ചപ്പോൾ ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. ജീവിതത്തിൽ ഇടറിപ്പോയവരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം. എന്നാൽ ആ ഇടറിപ്പോയവരെ തിരിച്ചു പിടിച്ച് ഇന്ന് ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി വലിയ നേതൃത്വ ഗുണത്തിലേക്കാണ് പൗലോസും പത്രോസും നിർത്തിയിരിക്കുന്നതെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് ഈ കൃപ നൽകുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും ഇടറിപ്പോകുന്നവരാണ്, പല വഴികളിൽ ഇട്ടിട്ട് പോകുന്നവരാണ്, മടുത്തു പോകുന്നവരാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, എന്താണ് നിന്റെ അവസ്ഥ? പത്രോസ് ശ്ലീഹ ജീവിതത്തിൽ പലവട്ടം ഇടറിപ്പോയവനാണ്. അവൻ്റെ ഇടറിയ അവസ്ഥയെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. സാവൂൾ എന്ന വ്യക്തി ഇതാ ആദിമ ക്രൈസ്തവരെ പീഡിപ്പിച്ചവനാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പൗലോസായി മാറി. ഈ വചനഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ ജീവിതത്തിലും ചില കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വേണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ പ്രിയരെ, രണ്ട് കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് നിന്റെ കുടുംബം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ നീ വല്ലാത്ത ഞെരുക്കത്തിലാണോ, മടുപ്പിലാണോ, നിരാശയിലാണോ, ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല എന്നുള്ളൊരു വിഷമത്തിലുണ്ടോ? ഇതാ ആ മേഖലകളിൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഒരു പുതിയ അഭിഷേകം നിനക്ക് സമ്മാനിക്കുകയാണ്. രണ്ട് കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എനിക്കൊരു പുതിയ ജനനം നൽകണമേ, എനിക്കൊരു പുതിയ അഭിഷേകം നൽകണമേ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അവസരത്തിൽ തന്നെ അത് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ സ്തുതി. കർത്താവേ, കയ്യൊക്കെ അടിക്കാൻ പറ്റുന്നവരൊന്ന് കൈയടിച്ചേ സന്തോഷത്തോടുകൂടെ. എൻ്റെ മേൽ കർത്താവേ ഒരു പുതിയ അഭിഷേകം വേണം, ഒരു പുതിയ ജനനം വേണം. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്നെ സ്പർശിക്കണം. വിശ്വസിച്ച് ചേർന്ന് കൈയടിക്കാം. ആമേൻ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആമേൻ, ആമേൻ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടാമോ? പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തി, പുതിയൊരു ശക്തിയിലുണരാം. കൃപ നീ ചൊരിയണം. കൃപ നീ ചൊരിയണം. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. പരിശുദ്ധാത്മാവേ, എന്നിൽ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പതിയെ. പരിശുദ്ധാത്മാവേ, എന്നിൽ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഹല്ലേലൂയ പാടിക്കൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും. കർത്താവേ, ഈ പന്തക്കുസ്ത ദിനങ്ങൾ ഒരു പുത്തൻ കൃപയായി മാറട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചേർന്ന് നമുക്ക് സ്തുതിച്ച് ഹല്ലേലൂയ പാടി ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ